എല്ലാവരും കണ്ടു കാണുമല്ലോ ഈ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കവർ ആയത്. അപ്പോൾ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ളോഗ്. ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മേക്കപ്പ് ഹാക്സ് എന്നും വേണമെങ്കിൽ പറയാം. ശരിക്കും മേക്കപ്പ് ടിപ്സ് അല്ല, എല്ലാ മേക്കപ്പിൻ്റെയും കൂടെ ടിപ്സ് അല്ല. ഞാൻ ഒരു ചെറിയ കാര്യം മാത്രമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും ഏഴായിട്ടുള്ള പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ അത് കവർ ചെയ്യാനുള്ള ഒരു മേക്കപ്പ് ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാൻ ആക്ച്വലി കൺസീലറിൻ്റെ മേക്കപ്പ് ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കളർ കറക്റ്ററാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ ആദ്യം കളർ കറക്റ്റർ യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് വലിയ ഡാർക്ക് സർക്കിൾസ് ഇല്ല, കുറച്ച് നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉള്ളവരെ എങ്ങനെയാണ് അണ്ടർ ഐസ് കൺസീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കളർ കറക്റ്ററായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ കറക്റ്ററാണ്. നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ ഓറഞ്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ എച്ച് ഡി കൺസീൽ കളർ കറക്റ്ററാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആദ്യം ഞാൻ കളർ ഇവിടെ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത്, ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്, അതുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം തന്നെ ഞാൻ കൈയുടെ പുറകിൽ ഒരു ട്രയലാണ് നടത്താൻ പോകുന്നത്. അതിനുശേഷം അണ്ടർ ഐസിൽ ഞാൻ ട്രൈ ചെയ്യും. ഒരു അണ്ടർ ഐയിൽ മാത്രമേ ഞാൻ ട്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡാർക്ക് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ, അതിൽ ഞാൻ ആദ്യം തന്നെ ഈ കളർ കറക്റ്റർ അപ്ലൈ ചെയ്യും. അധികം വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം കളർ കറക്റ്റർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഉടനെ തന്നെ, എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, ഉടനെ തന്നെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യില്ല. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ട്രാൻസ്ലൂസൻ പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് എക്സസ് ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലൂസൻ പൗഡറാണ് ബെസ്റ്റ്. അത് ശരിക്കും ലൂസ് പൗഡറാണ്, അതാണ് വേണ്ടത്. ബട്ട് ഞാൻ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. ഞാൻ കൈ കൊണ്ടാണ് കോമ്പാക്ട് പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട്, അതിൻ്റെ പഫില്ല, ശരിക്കും ബ്രഷും കൊണ്ട് ഇതിങ്ങനെ. അതിനുശേഷം വേണം നിങ്ങൾ കൺസീലർ എടുക്കാൻ. ഉടനെ തന്നെ ഇത് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത ഉടനെ കൺസീലർ എടുക്കാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും പറയുന്നത് സെറ്റ് ആവുന്നവരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കൺസീലർ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം അതാവുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മാക്കിൻ്റെ കൺസീലറാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഇച്ചിരി ഞാൻ 2 ഡോട്ട് എടുത്തപ്പോൾ തന്നെ കൂടിപ്പോയി. ശരിക്കും 1 ഡോട്ട് മതി. ഇപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെയാണ് കവർ ആവേണ്ടത് ഡാർക്ക് സർക്കിൾസ്. ഇതുപോലെ ഞാൻ ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊരു ഫേക്കായിട്ട് ഡാർക്ക് സർക്കിൾസ് ഇടാൻ പോവാണ്. ഞാൻ ഈ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. തൽക്കാലം ഇത്രയും ഡാർക്ക് സർക്കിൾസേ ആയിട്ടുള്ളൂ, കുറച്ച് ചെയ്യാൻ പറ്റില്ല, ആവുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഡാർക്ക് സർക്കിൾസ്. ഇത്രയും ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആദ്യം കളർ കറക്റ്റർ അപ്ലൈ ചെയ്യുക. ഡാർക്ക് സർക്കിൾസിന് എപ്പോഴും നിങ്ങൾ ഓറഞ്ച് കളർ കറക്റ്റർ വേണം എടുക്കാൻ. അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ണിൻ്റെ അടിയിൽ നമ്മൾ മിറർ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. എന്താ വെച്ചാൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ കളർ കട്ടർ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കൺസീലർ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ചുകൂടെ എടുക്കാം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പൗഡർ എടുക്കുക. ബ്രഷും കൊണ്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നതാണ്. ട്രാൻസ്ലൂസൻ പൗഡറാണ് ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോമ്പാക്ട് പൗഡർ എടുക്കുന്നത്. അതും പൗഡർ ടെക്സ്ചർ തന്നെയാണല്ലോ. അപ്പോൾ എടുത്തിട്ട് ഒരുപാട് വേണ്ട. ബ്രഷിലാണെങ്കിൽ എക്സസ് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇടാൻ.
നിങ്ങൾ ഡയറക്റ്റ് കൺസീലർ ഇട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര കേക്കി ആയിട്ടിരിക്കും നിങ്ങളുടെ മേക്കപ്പ് അണ്ടർ ഐസ്, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു കോമ്പാക്ട് പൗഡർ ആദ്യം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡർ, അതിന് ശേഷം വേണം കൺസീൽ ചെയ്യാൻ. അപ്പം ഞാൻ അല്പമേ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കൺസീലർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈയുടെ പുറകിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് അതാണ്. അപ്പോൾ എക്സസ് കയ്യിൽ അയക്കുള്ളൂ. ആദ്യം കുറച്ച് കൈയുടെ പുറകിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കൂടുതലിടുക. അതിന് ശേഷം അപ്പോൾ ഞാൻ കയ്യിൽ ആദ്യം കുറച്ച് കൺസീലർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഞാൻ ഫൗണ്ടേഷൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ്. കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്നറിയില്ല. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ബ്രഷും കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. നന്നായിട്ട് കയ്യിലിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുക. ഡോട്ടായിട്ട് കുറച്ച് മതി. ഒരു പ്രാവശ്യം ഒരു ഡോട്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം ആവുന്നുണ്ട്. ആക്ച്വലി ഞാൻ ബ്രഷ് എടുക്കേണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറിയ പിന്നെ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കവറായോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഇച്ചിരി നമ്മൾ എന്താ പറയുക പൗഡറി പോലൊക്കെ തോന്നും. കവറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഈ കണ്ണും തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ അതിന് ശേഷം കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കുറച്ച് നേരം ഒരു 10 to 20 സെക്കൻഡ്സ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലൈൻസ് ഉണ്ടല്ലോ, ഈ അണ്ടർ ഐയിലെ ഈ ലൈൻസിൽ അത് സെറ്റിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് എടുത്ത് കളയണം. ആക്ച്വലി നമ്മുടെ അണ്ടർ ഐയിൽ ഐ ബ്രഷ് ഉണ്ടല്ലോ, ഐ ഷാഡോ ബ്രഷ്, അത് വെച്ചിട്ടാണ് എടുത്ത് കളയേണ്ടത്. അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ട് എടുത്ത് കളഞ്ഞാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ബ്രഷൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കളയണം. ലൈൻസിൽ സെറ്റിലായേക്കുന്ന മാത്രം. അപ്പോൾ അതിച്ചിരി വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് കളയണം. എന്നിട്ട് നിങ്ങൾ വീണ്ടും കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യണം. എൻ്റെ ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷനും കൺസീലറും അല്ല, അതാണ് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും സ്കിൻ ടോണിന് ചേരുന്ന നോക്കി വേണം അപ്ലൈ ചെയ്ത്, ഷോപ്പിൽ പോയി അപ്ലൈ ചെയ്ത് വേണം മേടിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ കളർ ഡിഫറൻസ് ഒക്കെ വരും ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ. എന്നിട്ട് കുറച്ച് കോമ്പാക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ബ്രഷ് കാണാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ബ്രഷ് എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ കോമ്പാക്റ്റ് എടുത്തിട്ട് എക്സസ് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ശരിക്കും ലൂസ് പൗഡറാണ് എടുക്കേണ്ടത്, അതെല്ലാവരും ഓർക്കണം. ഇച്ചിരി പൗഡറി പോലായി. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മറ്റേ പഫ് വെച്ചിട്ട്, കോമ്പാക്ട് പൗഡറിൻ്റെ പഫില്ല, അത് വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിന് ശേഷം ഞാൻ പഫ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പഫിലെടുത്തിട്ട് ഇവിടെ തന്നെ ഡാബ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് കൈ തന്നെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് പൗഡർ ഇടാത്ത പഫിൻ്റെ സൈഡ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പൗഡറി പോലെ ഇരിക്കും. എന്താ വെച്ചാൽ സ്കിൻ ടോൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് പൗഡറി പോലെ തന്നെ ഇരിക്കുന്നത്. അത് കാര്യമാക്കണ്ട. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കൺസീലറും ഫൗണ്ടേഷനും സെലക്ട് ചെയ്യുക. പിന്നെ കോമ്പാക്ട് പൗഡർ ഏതായാലും കുഴപ്പമില്ല. ബട്ട് കൺസീലറും ഫൗണ്ടേഷനും കറക്റ്റ് സ്കിൻ ടോൺ അനുസരിച്ച് സെലക്ട് ചെയ്യണം, മേടിക്കണം നിങ്ങൾ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഡിഫറൻസ് കാണാം എല്ലാവർക്കും. ഈ സൈഡ് ഇതാണ് ഡാർക്ക് സർക്കിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സൈഡ്. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഈ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കവറായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.